to my channel Maths Classes. So in this class we will discuss patterns in mathematics day 1.4 figure it out question number 6 and 7 page number 8 and 9 okay. നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് പവേഴ്സ് ഓഫ് 2 സ്റ്റാർട്ടിംഗ് വിത്ത് 1, ദാറ്റ് ഇസ് ടേക്ക് 1, 1 plus 2, 1 plus 2 plus 4, 1 plus 2 plus 4 plus 8, etc. Now add 1 to each of these numbers. What numbers do you get? Why does this happen? അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആദ്യമേ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഹാപ്പൻസ് വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് പവേഴ്സ് ഓഫ് 2 സ്റ്റാർട്ടിങ് വിത്ത് 1. അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്തും കൊണ്ട് നമ്മൾ പവേഴ്സ് ഓഫ് 2 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ചെയ്യാം. എന്താണ് സംഭവിക്കുന്നതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? പവേഴ്സ് ഓഫ് 2 എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം മിസ് അതൊന്നെടുത്ത് എഴുതാം. പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2 റൈസ് ടു 0, ദെൻ 2 റൈസ് ടു 1, അടുത്തതെന്ന് പറയുമ്പോൾ 2 റൈസ് ടു 2, അടുത്തതെന്ന് പറയുമ്പോൾ 2 റൈസ് ടു 3, അല്ല ഇങ്ങനെയല്ലേ പോണത്. അടുത്തതെന്ന് പറയുമ്പോൾ 2 റൈസ് ടു 4. ഓക്കെ, 2 റൈസ് ടു 0യുടെ ആൻസർ എന്താ വരുന്നത്? 1. 2 റൈസ് ടു 1ൻ്റെ ആൻസർ എന്താ വരുന്നത്? 2. 2 റൈസ് ടു 2ൻ്റെ ആൻസർ എന്താ എൻ്റെ മക്കൾസേ വരുന്നത്? അതെങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കുക? 2 റൈസ് ടു 2 എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 2 2 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 4. ഓക്കെ, ദെൻ ഇനി അടുത്തത് 2 റൈസ് ടു 3. 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 3 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യും. 2 2s are 4, 4 2s are 8. അപ്പോൾ നമുക്ക് 2 റൈസ് ടു 3യുടെ ആൻസർ എന്താ കിട്ടിയത്? 8. അടുത്തത് 2 റൈസ് ടു 4. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2 4 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, ഇതേപോലെ. അപ്പോൾ 2 × 2 4, 4 2s are 8, 8 2s are 16. കണ്ടോ? അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ പവേഴ്സ് ഓഫ് 2 എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ എൻ്റെ മക്കൾസിന്. അപ്പോൾ കിട്ടിയ സീക്വൻസ് എന്താണ്? 1 2 4 8 16. അപ്പോൾ ഇനി നമുക്ക് ചെയ്യണമല്ലോ, ചെയ്ത് തുടങ്ങണമല്ലോ. ഒരെണ്ണം കൂടി നമുക്ക് എഴുതാവേ. അതായത് 2 റേസ് ടു 5. 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2 റേസ് ടു 5 എന്ന് വെച്ചാൽ 2 5 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യും. 1 2 3 4 5. അപ്പോൾ 2 2s are 4, 4 2s are 8, 8 2s are 16, 16 into 2 32. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഇത് വേണമെന്നില്ല കേട്ടോ, 2 റൈസ് ടു 4 വരെ ആയാലും മതി. വെറുതെ ഉള്ളതെല്ലാം കൂടെ എഴുതി എൻ്റെ മക്കൾസ് കടന്ന് ചെയ്ത് നോക്കേണ്ടി വരും. സോ നമുക്ക് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇനി ചോദിച്ചിരിക്കുന്നത് നമ്മളിത് ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് വൺ എന്താണ്? 1. സ്റ്റാർട്ടിങ് വിത്ത് 1 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1, അപ്പോൾ നമുക്കത് 1 തന്നെയാണ്. കണ്ടില്ലേ? അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? 1 + 2 അപ്പാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആഡിങ് അപ്പ് പവേഴ്സ് ഓഫ് 2 എന്നാണ്. അപ്പം എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകണം അല്ലേ. ആദ്യം നമ്മൾ 1 എടുത്തു എഴുതി. ഇനി അടുത്ത് എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യേണ്ടത്? 1 + 2. നമുക്ക് എന്താ കിട്ടിയത്? 3. അടുത്തതെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ മുമ്പിലോട്ട് പോകണം. അപ്പോൾ എങ്ങനെ വരും? 1 + 2 + 4. 1 + 2 + 4. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 7. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും മുമ്പിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എവിടം വരെ വരും? 8 വരെ. അപ്പം 1 + 2 + 4 + 8. അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 1 + 2 + 4 + 8. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടം വരെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 7. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്താൽ മതി? 8. അപ്പോൾ 7 + 8 എത്രയായിരിക്കും നോക്കാം? 8 9 10 11 12 13 14 15. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മുമ്പിലോട്ട് പോകുമ്പോൾ വരുന്നത് 16. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? 1 + 2 + 4 + 8 + 16. 1 + 2 + 4 + 8 + 16. അപ്പോൾ 8 വരെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താ കിട്ടുന്നത്? 15 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 15ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്ത് നോക്കണം? 16. അപ്പോൾ 6 + 5 11. 1 1 + 1 2, 2 + 1 3. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 31. ഇപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് എന്തൊക്കെയാണ്? 1 3 7 15 31 etc.
കണ്ടോ? അപ്പം നമ്മളടുത്ത് പറഞ്ഞത് പവേഴ്സ് ഓഫ് 2 ആഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് കിട്ടിയ സീക്വൻസ് എന്താണ്? 1 3 7 15 31 എക്സെട്ര. അപ്പം ഇതാണ് ഇവിടെ നടന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. Now add 1 to each of these numbers. What numbers do you get? അതായത് ഇപ്പം നമുക്ക് കിട്ടിയത് ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഇതിനോടൊപ്പം 1 ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്കപ്പോൾ എന്ത് കിട്ടും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, വാട്ട് നമ്പേഴ്സ് ഡു യു ഗെറ്റ്? നിങ്ങൾക്ക് അപ്പോൾ എന്ത് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നതെന്നുള്ളത്. സോ നമുക്ക് 1 ആഡ് ചെയ്ത് നോക്കാം. ആദ്യത്തേത് 1 ആണ്. അപ്പം മിസ് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് എന്ത് കിട്ടി? 2. അടുത്തത് 3 ആണ്. അപ്പം മിസ് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കിട്ടും. എന്ത് കിട്ടി? 4. അടുത്തത് എന്താണ്? 7. 7ൻ്റെ കൂടെ മിസ് 1 ആഡ് ചെയ്തു. അപ്പോൾ 8 കിട്ടി. അടുത്ത 15. 15ൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്തു. അപ്പോൾ 16 കിട്ടി. അടുത്തത് 31. 31ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടിയത്? 32. ഇപ്പം എന്താ എൻ്റെ മക്കൾസ് സംഭവിച്ചത്? ദാ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ നമുക്കിപ്പോൾ കിട്ടിയ സീക്വൻസ് എന്ന് പറയുന്നത്, വി ഗെറ്റ് ദ സീക്വൻസ്. എന്ത് സീക്വൻസാണ് കിട്ടിയത്? 2 4 8 16 32 അല്ലേ? ഇതല്ലേ നമുക്ക് കിട്ടിയത്? എറ്റ്സെട്ര. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ 2 4 8 16 32 ഇതൊക്കെ പറയണത് എന്തായിരുന്നു? എൻ്റെ മക്കൾസെ പവർ ഓഫ് 2 ആയിരുന്നു അല്ലേ? ഇതാ നോക്കിയേ, 2 4 8 16 32 ഇതൊക്കെ എന്ന് പറയുന്നത് 2ൻ്റെ പവേഴ്സിൽ വരുന്ന നമ്പേഴ്സ് അല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പവേഴ്സ് ഓഫ് 2 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് പവർ ഓഫ് 2. കണ്ടോ? അതായത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 2 raised to 1. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 2. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 3. 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 4. 32 എന്ന് പറഞ്ഞാൽ 2 raised to 5. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ കിട്ടിയതെല്ലാം എന്താണ്? പവർ ഓഫ് 2 ആണ് നമുക്ക് കിട്ടിയത്. ഇനി എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? നമുക്ക് കിട്ടിയ ഈ ഒരു സീക്വൻസും അല്ലേ, അതിൻ്റെ കൂടെ 1ഉം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? പവർ ഓഫ് 2 നമുക്ക് കിട്ടിയത്. ഇപ്പം മനസ്സിലായ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമുക്ക് കിട്ടിയ സീക്വൻസും അതിനോടൊപ്പം 1ഉം നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് പവർ ഓഫ് 2 വന്നത്. ഇപ്പം മനസ്സിലായ എന്തുകൊണ്ടാണ് പവർ ഓഫ് 2 വന്നതെന്നുള്ളത്? അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് ദിസ് ഹാപ്പൻ? അപ്പോൾ നമുക്ക് അതിന് ആൻസർ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്കത് എഴുതാം. This happens because നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തത്? ആഡിങ് ദ സീക്വൻസ് ഓഫ് പവർ ഓഫ് 2. ഈ സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ കിട്ടിയതാണ്? ഈ 2ൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയപ്പം കിട്ടിയ സീക്വൻസ് ആണ് അല്ലേ? അപ്പോൾ ആ കിട്ടിയ സീക്വൻസ്, അതായത് പവർ ഓഫ് 2 ആഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ സീക്വൻസും അതിനോടൊപ്പം 1ഉം ആഡ് ചെയ്തപ്പം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം പവർ ഓഫ് 2 and 1. അപ്പോൾ എന്താ കിട്ടിയത്? then the result is the power of 2. നിങ്ങൾക്ക് ഈ എഴുതിയ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ എൻ്റെ മക്കൾസെ? നമ്മളോട് ചോദിച്ചിരുന്നത് വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ സീക്വൻസ് ഓഫ് പവർ ഓഫ് 2 തന്നെ വീണ്ടും കിട്ടിയത് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. എങ്ങനെ സംഭവിച്ചത്? നമ്മൾ ആദ്യം എന്താ ചെയ്തത്? പവർ ഓഫ് 2ൻ്റെ അത് തമ്മിൽ, ആ ഒരു സീക്വൻസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു ആൻസർ കിട്ടി. അതിനോടൊപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് വീണ്ടും 2ൻ്റെ പവറിൻ്റെ സീക്വൻസ് തന്നെ കിട്ടിയത്. അതാണ് മിസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആഡിങ് ദ സീക്വൻസ് ഓഫ് പവർ ഓഫ് 2. 2ൻ്റെ പവർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ സീക്വൻസ്. 2ൻ്റെ പവർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ സീക്വൻസ് ആണ് ഇത്. കണ്ടോ? ഇതിനോടൊപ്പം അല്ലേ പിന്നെ നമ്മൾ 1 ആഡ് ചെയ്തത്. അതാണ് മിസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് 1 then the result is the power of
2. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. 7th ക്വസ്റ്റ്യൻ. അയ്യോ മിസ് 7th ക്വസ്റ്റ്യൻ ഇവിടെ ആയിരുന്നു വെച്ചത്. വെയിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഹാപ്പൻസ് വെൻ യു മൾട്ടിപ്ലൈ ദ ട്രയാങ്കുലർ നമ്പേഴ്സ് ബൈ 6 ആൻഡ് ആഡ് 1? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ വിത്ത് എ പിക്ചർ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഈ ട്രയാങ്കുലർ നമ്പേഴ്സ് ഉണ്ടല്ലോ അതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നീട് അതിൻ്റെ കൂടെ, അതായത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിനെ 1 കൊണ്ട് ആഡ് ചെയ്യുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സീക്വൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ? അത് പിക്ചറിൽ കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനാദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം? നമ്മുടെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ട്രയാങ്കുലർ നമ്പേഴ്സ് ആർ എന്തൊക്കെയാണ്? നമ്മുടെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 6, 10, 15, 21 എക്സെട്ര. ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ട്രയാങ്കുലർ നമ്പേഴ്സിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യണം, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ കിട്ടുന്ന സീക്വൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ അതിൻ്റെ കൂടെ 1 കൊണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 6 are 6, 6 + 1 7. അടുത്തത് എന്താണ്? 3. അപ്പോൾ 3നെയും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ 3 6 are 18. 18ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 19. കണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ യു മൾട്ടിപ്ലൈ ദ ട്രയാങ്കുലർ നമ്പേഴ്സ് ബൈ 6 ആൻഡ് ആഡ് 1 വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? കണ്ടോ? നമ്മുടെ ട്രയാങ്കുലർ നമ്പേഴ്സിനെ, ഇതാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്, ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൊണ്ട് ആഡ് ചെയ്താൽ എന്ത് സീക്വൻസ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കിയാണ് ഇവിടെ. ഇനി അടുത്തത് എന്താണ്? 6 ആണ്. അപ്പോൾ 6ൻ്റെ കൂടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട്, പിന്നെ 1 കൊണ്ട് ആഡ് ചെയ്യണം. 6 6 are എന്താണ് എൻ്റെ മക്കൾസെ കിട്ടുന്നത്? 36 ആണ് കിട്ടുന്നത്. ആ 36ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 37. അടുത്ത നമ്പർ എന്താണ്? 10. അപ്പോൾ 10നെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ 1 കൊണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം 10 × 6 എന്ത് വരും? 60. 60ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് വരും? 61. അടുത്ത എന്താണ്? 15. 15 നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ 15 × 6 എന്ത് കിട്ടുന്നതെന്ന് നോക്കാം. 6 5s are 30, 3 ബാലൻസ്, 6 1s are 6, എന്നിട്ട് എന്ത് ചെയ്യണം? 3 ആഡ് ചെയ്യണം അല്ലേ? 7 8 9. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 90. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയതാണ് 90. ഈ 90നെ 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 91. കണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടിയ, ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്യണമെന്നില്ല, ഇത്രയും മതി. അപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് എന്താണ്? സീക്വൻസ് ഇസ് 7 19. ഈ ആൻസേഴ്സ് ആണ് സീക്വൻസ് ആയിട്ട് എടുത്ത് എഴുതേണ്ടുള്ളത്. 7 19 37 61 91 എക്സെട്ര. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ? അപ്പോൾ നമ്മളിപ്പോൾ സീക്വൻസ് കിട്ടിയതെടുത്ത് എഴുതി. 7 9 37 61 91. ഇത് എന്ത് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് അറിയാവോ? എൻ്റെ മക്കൾസ് ഇതേ ഈ 19ൽ നിന്ന് 7 ഒന്ന് കുറച്ച് നോക്കിക്കേ. എന്തായിരിക്കും വരുന്നത്? 19ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 7 8 9 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 12 അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 37ഉം 19ഉം കൂടി, ഇപ്പോൾ നമുക്ക് 12 ആണ് കിട്ടിയത്. അടുത്ത 37ൽ നിന്ന് 19 നമുക്ക് കുറച്ച് നോക്കാം. അപ്പോൾ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 37ൽ നിന്ന് 90. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 7 10 11 12 13 14 15 16 17 8 ആണ് വന്നത്. അപ്പോൾ എന്താ വന്നത്? 18. ഇനി അതേപോലെ നമുക്ക് 61ൽ നിന്ന് എന്ത് കുറച്ച് നോക്കാം? 37ന് 61ൽ നിന്ന് 37 മിസ് കുറച്ച് നോക്കിയാണ്. 61ൽ നിന്ന് 37. അപ്പോൾ നമ്മൾ ബോറോ ചെയ്യണം. അപ്പോൾ 4 വരും, ഇവിടെ 2 വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 24. അടുത്ത മിസ് ചെയ്യുന്നത് 91ൽ നിന്ന് 61 കുറച്ച് നോക്കിയാണ്.
അപ്പോൾ 91 നിന്ന് 61 കുറയ്ക്കുമ്പോൾ 0, ദെൻ 3. എന്താ കിട്ടിയത്? 30. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ 12, 18, 24, 30 ഇതെല്ലാം എന്താണ്? 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അതായത് ഇപ്പം നമ്മൾ ഇത് തമ്മിൽ മൈനസ് ചെയ്ത്, അപ്പോൾ 18ഉം 12ഉം കൂടി മൈനസ് ചെയ്താൽ 6 കിട്ടും. അടുത്തത് 24ഉം 18ഉം കൂടി മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 6 കിട്ടും. 30യും 24ഉം കൂടി മൈനസ് ചെയ്താൽ എന്താ കിട്ടുന്ന മക്കൾസേ? 6. ഇത്രയുള്ള എൻ്റെ മക്കൾസേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 12ഉം 18ഉം 24ഉം 30യും എല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾസിൽ വരുന്ന നമ്പേഴ്സ് ആണ്. ഇവരുടെ ഡിഫറൻസ് എടുത്താൽ, അതായത് ഇവരൊക്കെ തമ്മിൽ മൈനസ് ചെയ്ത് നോക്കിയാലും ആൻസർ എന്താ വരുന്നത്? 6 ആണ് വരുന്നത്. ഇങ്ങനെ 6ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പം ആൻസർ എല്ലാത്തിലും 6 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീക്വൻസിനെ എന്തെന്ന് വിളിക്കും? ഹെക്സഗണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഹെക്സഗണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്? ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 സൈഡുള്ള ഫിഗറിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഇവിടെ 6ൻ്റെ ടേബിൾസ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് അവിടെ എന്തായിരിക്കും കിട്ടുന്നത്? ഹെക്സഗണൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം these are ഹെക്സഗണൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ സീക്വൻസ് ആണ് ഇവിടെ കിട്ടിയത്? ഹെക്സഗണൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് നമുക്കിവിടെ കിട്ടിയത്. അത് ചോദിച്ചിട്ടുണ്ട്, വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? അപ്പോൾ എന്ത് സീക്വൻസ് ആണ് കിട്ടിയത്? ഹെക്സഗണൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഇനി ഇതിൻ്റെ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം, നമ്മൾ വരയ്ക്കണം. ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ. നമുക്ക് പിക്ചർ വരെ എക്സ്പ്ലെയിൻ ചെയ്യാതെ. അപ്പോഴേ ഇത് എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു കുറുക്ക് വഴി പറഞ്ഞുതരാം. അത് വെച്ചിട്ട് എൻ്റെ മക്കളങ്ങ് വരച്ചാൽ മതി. മിസ് അതിന് മുമ്പായിട്ടേ നമുക്ക് കിട്ടിയ ഹെക്സഗണൽ നമ്പേഴ്സിനെ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതാവേ. 7, 19, 37, 61 ഇത്രയും മതി. ഓക്കെ, ഇത്രയും തന്നെ വരയ്ക്കണമെന്നില്ല, 3 എണ്ണമൊക്കെ വരച്ച് വെച്ചാൽ മതി, കുഴപ്പമില്ല കേട്ടോ. നമുക്കിതേ ഈ ഒരു എന്താ പറയണേ, ഈ ഒരു 37 വരെ വരച്ചിട്ട് നമുക്കങ്ങ് നിർത്താം. ഇതാ ഇവിടം വരെ വരച്ചിട്ട്. അപ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് 7. അപ്പോൾ മിസ്സിൻ്റെ ട്രിക്ക് നോക്കിക്കോ. ഹെക്സഗൺ നമ്മൾ ആദ്യം ഒരു ഹെക്സഗൺ പെൻസിൽ വെച്ചിട്ട് അങ്ങ് വരയ്ക്കുക. ഉണ്ടോ മിസ്? ഹെക്സഗൺ വരച്ച് തരുന്നുണ്ടേ. 1, 2, then 3, then 4. കണ്ടല്ലോ, ഇത് 5, ഇത് 6. 6 സൈഡഡ് ഹെക്സഗൺ വരച്ചു. ഇനി മിസ് ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം. ഇതാ ഈ കോർണറിൽ നോക്കിയിട്ട് മിസ് ഇതേ ഡോട്ട്സ് ഇടാൻ പോവുക. ഇത് വരയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. മിസ് 7 ആണ് ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ 7 ഡോട്ട്സ് വേണം. അപ്പോൾ 1, then 2, then 3, then 4, then 5, then 6. ഇനി 7ാമത്തെ ഡോട്ട് എവിടെ ഇട്ട് കൊടുത്താൽ മതി? നടുക്ക്. ഇപ്പം നമ്മൾ എന്താ വരച്ചത്? 7 വരച്ചു. ഇതേ നമുക്ക് കിട്ടിയത് എന്താണ്? ഹെക്സഗൺ ഷേപ്പിലുള്ളത് തന്നെയല്ലേ കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, പെൻസിൽ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ ഇതങ്ങ് മായ്ച്ച് കളയണം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഇറേസർ എടുത്തു. ഇതേ നമുക്കിതങ്ങ് മായ്ച്ച് കളയാം. നമുക്കിനി വരച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് മായ്ച്ച് കളയാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ തവണയും മിസ് ഇങ്ങനെ എടുത്ത് മായ്ച്ചുകൊണ്ടേ ഇരിക്കണം. കണ്ടോ, കറക്റ്റ് ഹെക്സഗൺ ഷേപ്പിൽ കിട്ടിയത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഹെക്സഗൺ അല്ലേ വരച്ചത്. ഇനി അടുത്ത തവണ നമ്മൾ വരയ്ക്കുമ്പോൾ 2 ഹെക്സഗൺ വരയ്ക്കണം. ഓക്കെ, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ ഒരു ഹെക്സഗൺ വരയ്ക്കുന്നു. 1, 2, 3, 4, 5, 6 സൈഡ് കണ്ടോ. ഇനി അടുത്തൊരു ഹെക്സഗൺ അതേപോലെ തന്നെ വരയ്ക്കണം. 1, 2, 3, 4, 5, 6 കണ്ടോ. ഇനി എങ്ങനെ ഡോട്ട്സ് ഇടുന്നതെന്ന് മിസ് പഠിപ്പിച്ചു തരാം. നേരത്തെ പോലെ തന്നെ നമ്മൾ ഈ കോർണർ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. 1, 2, 3, 4, 5, 6. പിന്നെ നമ്മൾ നടുക്ക് കൂട്ടായിരുന്നു അല്ലേ? 7. ഇനി അടുത്ത് എങ്ങനെ എഴുതും? 8. ഇവിടെയും കോർണറിലാണ് മിസ് ഇടുന്നത്. 8, 9, 10, 11, 12, 13.
ഓക്കെ, ഇനി മിസ് എന്ത് ചെയ്യാൻ പോകണമെന്നറിയാം. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ കണ്ടോ 14, അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ 15, അടുത്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ 16, അടുത്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ 17, അടുത്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ 18, ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലിൽ ഇതേ 19. കണ്ടോ 19 ഡോട്ട്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്, നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായോ മിസ് ചെയ്തത്? അതായത് മിസ് ഇതിൻ്റെ അകത്ത് ആദ്യമേ ഈ കോർണറിലെല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം മിസ് എന്ത് ചെയ്തു, സെൻറ്ററിൽ നോക്കിയിട്ട് ഓരോ ഡോട്ട്സ് മിസ് എക്സ്ട്രാ കൊടുത്തു. കണ്ടോ, അപ്പോഴത്തേക്ക് നമുക്ക് എന്തായി, കറക്റ്റ് ഡോട്ട്സ് കിട്ടി. നമുക്ക് ലാസ്റ്റ് മായ്ച്ച് കളയാവേ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 2 എണ്ണമാണ് നമ്മൾ വരച്ചിട്ട് ചെയ്തത്, ഇനി 3 എണ്ണം വരച്ചിട്ട് ചെയ്യണം. മിസ് താഴോട്ട് വരയ്ക്കാം. അപ്പോൾ 1 2 3 4 5 6 സൈഡ്. അടുത്തത് വീണ്ടും വരയ്ക്കുകയാണേ. 1 2 3 4 5 6. ഓക്കെ, ഇനി നമുക്കിപ്പോൾ 2 എണ്ണമാണ് നേരത്തെ വരച്ചത്. അപ്പോൾ ഇത്തവണ എത്ര എണ്ണം വരയ്ക്കണം, 3 എണ്ണം വരയ്ക്കണം. ഇനി അടുത്ത ഒരെണ്ണം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ 4 ഹെഡ്സൊക്കെ അങ്ങ് വരച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, മിസ്സിൻ്റെ ഹെഡ്സൊക്കെ വലിയ ചന്തമൊന്നും കാണത്തില്ല, നിങ്ങൾ നല്ലോണം വരച്ചോണം. വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഡോട്ട്സ് കൊടുക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ കോർണേഴ്സിൽ നമ്മൾ ഡോട്ട്സ് കൊടുക്കും. 1 2 3 4 5 6 10 നടുക്ക്. ഇപ്പം എന്തായി, 7 ഡോട്ട്സ് ആയി. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോണത്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കോർണേഴ്സിൽ തന്നെ നമ്മൾ ഡോട്ട്സ് കൊടുക്കുന്നു. അപ്പോൾ 8 9 10 11 12 13. ഇനി മിസ് നേരത്തെ എന്താ ചെയ്തത്, ഇതിൻ്റെയൊക്കെ നടുക്ക് നമ്മൾ ഡോട്ട്സ് കൊടുക്കും അല്ലേ. അപ്പോൾ 14 10 15 10 16 10 17 10 18 10 19. ഇനി അടുത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതിൻ്റെ കോർണേഴ്സിൽ വീണ്ടും കൊടുക്കും. ഇപ്പോൾ 19 വരെയല്ലേ വന്നത്, അപ്പോൾ 20 21 22 23 24 25 ഡോട്ട്സ്. 25 ഡോട്ട്സിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ, പറഞ്ഞുതരാം. നേരത്തെ മിസ് ചെയ്തത് ഈ 2 ഡോട്ട്സിൻ്റെ ഇടയിൽ ഒരു ഡോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി മിസ് എന്ത് ചെയ്യാൻ പോകണമെന്നറിയാം, ഈ 2 ഡോട്ട്സിൻ്റെ ഇടയിൽ 2 ഡോട്ട്സ് വീതം വെച്ചിട്ട് എല്ലായിടവും കൊടുക്കും. നോക്കിക്കോ, കണ്ടോ, ഇവിടെ ഇവിടെ, അതേപോലെ ഇവിടെയും ഈ 2 ഡോട്ട്സിൻ്റെ ഇടയിലും 2 ഡോട്ട്സ്. ഇവിടെ അതേ കണക്ക് തന്നെ 2 ഡോട്ട്സ്, ഇവിടെ അതേ കണക്ക് തന്നെ 2 ഡോട്ട്സ്, ഇവിടെ അതേ കണക്ക് തന്നെ 2 ഡോട്ട്സ്. കണ്ടോ, അപ്പോൾ ശരിയായില്ലേ? നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. നമ്മൾ 25 വരെയാണ് ഇവിടെ കൗണ്ട് ചെയ്ത് നിർത്തിയിരുന്നത്. ഇനി റോസ് കളർ കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ 26 27 28 29 30 31 32 33 34 35 36 37. അടുത്ത എത്രയായിരുന്നു, 37. 37 ഡോട്ട്സിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈൻ എല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് മിസ് കാണിച്ചു തരാം. മായ്ച്ച് കളഞ്ഞു. അപ്പോൾ മായ്ച്ച് കളയുമ്പം നമുക്ക് കറക്റ്റ് ആ ഹെഡ്സഗൺ ലുക്കും കിട്ടും, നമ്മൾ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 61 വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 1 2 3 ഹെഡ്സഗൺസ് ആണ് വരച്ചത്, അടുത്തത് നമ്മൾ 4 എണ്ണം അങ്ങ് വരച്ചാൽ മതി. അത്രേ ഉള്ളൂന്നേ, ഇത്രയും എളുപ്പമുള്ള സംഭവമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഇതുമായിട്ട് കാണുന്നത് വരെ ബൈ.